ആർത്തവകാല ആരോഗ്യം അവകാശമെന്ന് സുപ്രീംകോടതി സ്കൂളുകളിൽ സാനിറ്ററി നാപ്കിനുകൾ സൗജന്യമായി നൽകണമെന്ന നിർദ്ദേശമുണ്ട്. വൃത്തിയുള്ള ശുചിമുറികൾ ഉറപ്പാക്കാനും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ബി ബാലഗോപാലുണ്ട്. ബാലു, വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകളാണല്ലോ ഇപ്പോൾ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ്? രതീഷ്, ജസ്റ്റിസുമാരായ JB പർഡിവാലയും R മഹാദേവനും അടങ്ങുന്ന ബെഞ്ചാണ് വളരെ സുപ്രധാനമായി ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ആർത്തവകാല ആരോഗ്യം എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശത്തിൽ പെടുന്നതെന്നാണ്. ഈ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദ പ്രകാരമുള്ള മൗലികാവകാശത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടതെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും സാനിറ്ററി നാപ്കിനുകൾ സൗജന്യമായി നൽകണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ട നടപടികൾ ഈ സർക്കാരുകൾ സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഈ ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിരിക്കും. കാരണം വൃത്തിയുള്ള ശുചിമുറികൾ ഉറപ്പാക്കാൻ സ്കൂളുകളിൽ ഉറപ്പാക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നഗര ഗ്രാമ ഭേദമന്യേ സർക്കാർ പ്രൈവറ്റ് സ്വകാര്യ സ്കൂളുകൾ എന്ന ഭേദമന്യേ എല്ലാ സ്കൂളുകളിലും വൃത്തിയുള്ള ശുചിമുറികൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. 6 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ഈ വ്യക്തമായ ശുചിമുറികൾ, വൃത്തിയുള്ള ശുചിമുറികൾ ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പ്രത്യേക നയം രൂപീകരിക്കുവാനും സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന്. പ്രധാനമായ ഇടപെടൽ നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ബി ബാലഗോപാലാണ് ആ വിവരങ്ങൾ നൽകിയത്.